ഹായ്, ഇന്നത്തെ വീഡിയോ നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന കണ്ടിന്യൂഷൻ ആയിട്ടാണ് വീഡിയോ പറയാൻ പോണേ. ആക്ച്വലി നിങ്ങൾ വിചാരിക്കണം ഡയറ്റിംഗ് ആണ് എന്നൊക്കെ ഈ പെണ്ണ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമിൻ്റെ വീഡിയോ ഇടുന്നു, ഐസ്ക്രീം കഴിക്കണ വീഡിയോ ഇടുന്നു, ബിരിയാണി കഴിക്കണതിൻ്റെ വീഡിയോ ഇടുന്നു. ഇതെന്താ ഈ പരിപാടി എന്ന് വിചാരിക്കണം. ഞാൻ ഇടയ്ക്ക് പറയുന്നത് ചീറ്റ് ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടാറ്. അപ്പോൾ നമ്മളിപ്പോൾ ഡയറ്റിംഗ് ചെയ്യുകയാണെങ്കിലും ഞാൻ പറഞ്ഞു, ഡയറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നിർബന്ധപൂർവ്വം ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റൊക്കെ ചെയ്താൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ഓക്കെ, നമ്മൾ ഭക്ഷണം കുറവാണ് കഴിക്കണേ, മുമ്പത്തെയാണ് ക്വാണ്ടിറ്റി കുറച്ചിട്ട് കഴിക്കണേ. അപ്പോൾ നമ്മൾ ഈ ക്വാണ്ടിറ്റി കുറയ്ക്കുമ്പോൾ ആക്ച്വലി നമ്മുടെ ബോഡിയുടെ ബേസൽ മെറ്റബോളിക് റേറ്റും അതുപോലെ കുറയും. കുറേ കാലം ഇങ്ങനെ നമ്മൾ ആ ഒരു കുറഞ്ഞ ലെവലിൽ കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ പിന്നെ ഡയറ്റ് ചെയ്തിട്ടും വെയിറ്റ് കുറയാത്തൊരു അവസ്ഥ വരും. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയറ്റും എക്സസൈസും ഒപ്പം കൊണ്ടുപോകണം. അപ്പോൾ ഈ ബേസൽ മെറ്റബോളിക് റേറ്റ് കുറയണതിൻ്റെ ആ ഒരു പരിധി വരെ കുറയ്ക്കാം. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടുമല്ലോ. അപ്പോൾ നമ്മുടെ എനർജി, നമുക്ക് ബോഡിക്ക് വേണ്ട എനർജി യൂസ് ചെയ്യണതും ഫാറ്റ് ഡെപ്പോസിറ്റ് ആവാണ്ടിരിക്കണതൊക്കെ കുറയും. പക്ഷേ ഇടയ്ക്ക് ഇങ്ങനെ ചീറ്റ് ഡേയ്സും വരുമ്പോൾ ഈ ഒരു ബേസൽ മെറ്റബോളിക് റേറ്റ് കുറഞ്ഞു വരാണ്ടിരിക്കാൻ സഹായിക്കും. കാരണം പെട്ടെന്നൊരു കാലറി ഹൈക്ക് വരുമ്പോൾ ഓക്കെ, ബോഡിക്ക് തോന്നും ഇല്ല ഇവർക്ക് ഇത്ര ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനുള്ള എനർജിയൊക്കെ വേണം, ഇങ്ങനത്തെ ഇത്ര ഫുഡ്. അതായത് നമ്മളിപ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല കാലറി വരും, അല്ലെങ്കിൽ ഒരു ബിരിയാണി കഴിക്കുമ്പോൾ ഒരു 700-800 കാലറി ഒക്കെ വരും. അപ്പോൾ ആ കാലറി നമ്മൾ എക്സ്ട്രാ കാലറിയാണ് നമ്മൾ നോർമലി കഴിക്കണതെന്ന്. അപ്പോൾ ഇത്ര കാലറി ഇയാൾ കഴിക്കേണ്ടത് അത് ഡൈജസ്റ്റ് ചെയ്യാനുള്ള മെറ്റബോളിസം ഇയാളുടെ ബോഡിയിൽ വേണം. അതിനനുസരിച്ചിട്ടുള്ള ബാക്കി മെക്കാനിസംസ് ഒക്കെ ബോഡിയിൽ നടക്കണം. സോ ഇത്ര എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് ഹൈ ആയിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. ഈ ബേസൽ മെറ്റബോളിക് റേറ്റ് കുറഞ്ഞ എന്താ പ്രശ്നം വെച്ചാൽ നമ്മുടെ ബോഡി വിചാരിക്കും ഇവർക്ക് ഇത്ര ഫുഡല്ല ആവശ്യമുള്ളൂ. ഡയറ്റിംഗ് ചെയ്യുമ്പോൾ ബേസൽ മെറ്റബോളിക് റേറ്റ് ആക്ച്വലി കുറഞ്ഞിട്ട് ആ ഫുഡ് അത്ര കുറച്ച് എമൗണ്ടാണ് മെറ്റബോളൈസ് ചെയ്യണ്ടോ, കുറച്ച് ഫുഡാണ് ബാക്കി സ്ഥലത്തേക്കൊക്കെ എത്തിക്കണ്ടോ, അത് എനർജി ആയിട്ട് മാറ്റണ്ടോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കുറഞ്ഞു വരുമ്പോൾ നമ്മൾ ആ കുറഞ്ഞ ഡയറ്റിൽ ബോഡി വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്തുകൊണ്ട് ആദ്യത്തെ ഒരു 2-3 കിലോ ഒക്കെ കുറഞ്ഞിട്ട് വരും. പിന്നെ ആ ഒരു റേറ്റിൽ ഡയറ്റ് ചെയ്താലും നമുക്ക് വെയിറ്റ് കുറയാണ്ട് ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഇടയ്ക്ക് ഈ ചീറ്റ് ഡേയ്സ് വരുമ്പോൾ ബോഡി ഇതെല്ലാം ആളുടെ നോർമൽ ഫുഡ് ആവശ്യം, ഇത്ര ഫുഡ് ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബേസൽ മെറ്റബോളിക് റേറ്റ് നമ്മൾ നോർമൽ പോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോൾ ഉള്ള ഗുണവും നമുക്ക് കിട്ടും. അതുപോലെ തന്നെ എക്സസൈസും ഞാൻ കണ്ടിന്യൂ ചെയ്യണം. ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യും. ബൈ.